ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിൽ ചെയ്ത ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ടൈം ആൻഡ് വർക്ക് പാർട്ട്ണർഷിപ്പ്, ബോർഡ്സ് ആൻഡ് സ്ട്രീം, സിമ്പിൾ ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബ്ലംസ് ഓൺ ട്രെയിൻ, പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്രയും ക്ലാസ് ചെയ്തു. ഇതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ മുന്നിലത്തെ വീഡിയോ ഒക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്രാഷ് കോഴ്സാണ്. അപ്പോൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ടുള്ളവർ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുല എന്താണെന്ന് നോക്കാം. ടി എന്ന തുക x/y എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഓരോ ഭാഗവും യഥാക്രമം Tx divided by x plus y and Ty divided by x plus y ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കുറേ നോക്കാം. A/B എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് A/B ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്നാ നോക്കാം. ഇഫ് A/B ഈക്വൽ ടു C/D അങ്ങനെയാണ് തന്നിട്ടുണ്ടെങ്കിൽ അംശബന്ധത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? A/B ഡബിൾ പ്രൊപ്പോർഷൻ ഇടുക, C/D. ഓക്കെ, ഇനി നമുക്ക് വർക്കുകൾ, അതായത് പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ വരാം. A+B ഡിവൈഡഡ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു C+D ഡിവൈഡ് ബൈ D എന്ന രീതിയിൽ വരാം. അതുപോലെ തന്നെ A-B ഡിവൈഡഡ് B ഈക്വൽ ടു C-D ഡിവൈഡ് ബൈ D. പിന്നെ എന്താണ്? A+B ഡിവൈഡ് ബൈ A-B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C+D ഡിവൈഡ് ബൈ C-D. ഇനി അടുത്തത് ഏതാണ്? A/B ഈക്വൽ ടു C/D എന്നാണെങ്കിൽ A+C ഡിവൈഡഡ് ബൈ B+D ഈസ് ഈക്വൽ ടു KA + KC ഡിവൈഡ് ബൈ KB + KD. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഫോർമുല എന്നുള്ളത്. ഓർത്ത് വയ്ക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യം A/B എന്ന് പറഞ്ഞാൽ A/B എന്നായിരിക്കും. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, ഇഫ് A/B ഈക്വൽ ടു 5:2, B/C ഈസ് ഈക്വൽ ടു 3:7, വാട്ട് ഈസ് A/C എന്നാണ് ക്വസ്റ്റ്യൻ. A/B തന്നിട്ടുണ്ട്, B/C തന്നിട്ടുണ്ട്. ഇനി എന്താണ് A/C എന്ന് കാണണം. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, നമുക്ക് നോക്കാം. A/B ഇൻറ്റു B/C ഈക്വൽ ടു A/C. എങ്ങനെയാണ് നോക്കാം? A/B എന്ന് പറയും. ഇത് A/B എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും നോക്കും. A/B എന്ന് നമ്മൾ ആദ്യം പഠിച്ചല്ലോ. അതുപോലെ തന്നെ B/C എന്നുള്ളത് B/C എന്ന് പഠിച്ചു. അപ്പോൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ബിയും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്താണ്? A/C എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. A/Bയുടെ വാല്യൂ എന്താണ്? 5/2 ഇൻറ്റു 3/7 ഈക്വൽ ടു എങ്ങനെയാണ്? അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 15 ഡിവൈഡ് ബൈ 14 വരും. അപ്പോൾ A/C എന്ന് പറയുന്നത് 15 ഡിവൈഡ് ബൈ 14. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് A/B എന്ന് പറയുന്നത് 4:5 ആൻഡ് B/C എന്ന് പറയുന്നത് 6:7, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് A/C ആൻഡ് A/B/C. ഓക്കെ, നമുക്ക് നോക്കാം. A/B എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? 4/5. അതുപോലെ B/C എന്നുള്ളത് 6/7 എഴുതി. അപ്പോൾ A/B ഇൻറ്റു B/C ചെയ്ത് നോക്കാം. 4/5 ഇൻറ്റു 6/7 എന്താണ്? അപ്പോൾ A/Bയിൽ B ക്യാൻസലായി പോകും കേട്ടോ. അപ്പോൾ 24/35 എന്ന് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ A/B എന്ന് പറയുന്നത് 24. പിന്നെ C എന്ന് പറയുന്നത് എത്രയാണ്? 35. B/C എന്ന് പറയുന്നത് 35 ഇവിടെ എഴുതി. ഇനി ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ബിയിൽ രണ്ടെണ്ണത്തിൽ സെയിം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് B എന്താണ്? ഇവിടെ B തന്നിട്ടുണ്ടല്ലോ. B എത്രയാണ്? 5. ഇവിടുത്തെ B എത്രയാണ്? 6. 6×5 30, അങ്ങനെയാണ് 30. അപ്പോൾ ബീൻ്റെ വാല്യൂ രണ്ടിൽ സെയിം ആയതുകൊണ്ട് 24:30 എന്ന് വരും. B/C എന്നുള്ളത് 30:35 എന്ന് വരും. അപ്പോൾ എന്താണ്? A/B/C എന്ന് പറയുന്നത് 24:30:35. മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
In 40 liter mixture of milk and water, the ratio of milk and water is 3:1. How much water should be added in the mixture so that the ratio of milk to water become 2:1? എന്താണ് 40 ലിറ്റർ പാലുണ്ട്, അത് പാലിനകത്ത് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് 40 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ മിക്സ് ചെയ്തിരിക്കുന്ന റേഷ്യോ എത്രയാണ്? 3:1. ഇപ്പോൾ മിൽക്ക് 3 ആണെങ്കിൽ വാട്ടർ 1. അപ്പം ഇനി അതിനകത്ത് വീണ്ടും വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഈ മിൽക്ക് വാട്ടർ റേഷ്യോ എന്താണ്? 2:1 മാറണം. ഓക്കെ, അതെന്താണ് കണ്ടുപിടിക്കാം. എത്ര വാട്ടർ ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ 40 ലിറ്റർ ഓഫ് മിക്സർ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 3/4 ഇൻറ്റു 40 ഈസ് ഇക്വൽ ടു 30 ലിറ്റർ. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് 3+1 എന്ന് പറയുന്നതാണ് ഈ 4. അതിൽ 4ൽ 3% മറ്റേ മിൽക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ 3/4 ഇൻറ്റു 40, അപ്പോൾ 30 ലിറ്ററിന് കിട്ടി. ഇപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? 40ന്ന് 30 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ലിറ്ററിന് കിട്ടും. അതാണ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് 40 ലിറ്ററിൽ 3:1 പ്രൊപ്പോർഷനിലാണെങ്കിൽ 10 ലിറ്ററാണ് വാട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എത്രയോ, അതായത് എക്സ് ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ 40 ലിറ്റർ ഓഫ് പാലിൽ 2:1 എന്ന പ്രൊപ്പോർഷനിൽ കിട്ടണം. അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ ചെയ്യാം? 30 / 10 + x = 2/1. അതായത് നമുക്ക് പാൽ എത്രയാണെന്നറിയാം, 30 ആണെന്നറിയാം. അപ്പോൾ വാട്ടർ എത്രയാണ്? 10. അതിൻ്റെ കൂടെ എക്സ് ലിറ്ററും കൂടെ ആഡ് ചെയ്തു, അതാണ് 10 + x. ആ പ്രൊപ്പോർഷൻ എന്താണ്? 2:1. 2:1 നമ്മൾ 2/1 എഴുതി. ഓക്കെ, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 × 10 + x = 1 × 30 എന്ന് കിട്ടി. ഇനി അതിനെ എക്സ് കാണുമ്പോൾ എന്താണ്? 2 × 10 20 + x = 30 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 - 20 ചെയ്യുമ്പോൾ 30 - 20 = 10 എന്ന് കിട്ടി. അപ്പോൾ 2x = 5 ലിറ്റർ എന്ന് കിട്ടി. 2x = 10 ലിറ്റർ, x = 5 ലിറ്റർ. ഓക്കെ, ഇതാണ് ആൻസർ. മനസ്സിലായി തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The income of A and B are in the ratio 2:3 and their expenditure are in the ratio 1:2. If each savings are 2,400, find A's income. എയുടെ വരുമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ എൻ്റെയും ബിയുടെ വരുമാനത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 2:3 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2. അപ്പോൾ അവർക്ക് എന്താണ് 2,400 രൂപ വെച്ച് സേവിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എയുടെ ഇൻകം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകം ഓഫ് എ ആൻഡ് ബി നമുക്ക് 2x and 3x എന്ന് എടുക്കാം. അപ്പോൾ നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് 2:3ൽ എക്സാം കൂടെ ആഡ് ചെയ്ത് 2x and 3x എന്ന് എടുത്തു. അപ്പം എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് സേവിങ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇൻകം എത്രയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ 2x - 2,400 3x - 2,400 = 1:2. ഓക്കെ, അപ്പോൾ 2 × 2x - 2,400 = 3x - 2,400. ഇതിനെ നമുക്ക് വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 2,400 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2x = 2 × 2,400. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4,800 രൂപ. അതായത് എയുടെ ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ ഇൻകം എന്ന് പറയുന്നത് 4,800 രൂപ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3a = 4b = 6c ആയാൽ A:B:C എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് A:B:C? ഓക്കെ, ആൻസർ എങ്ങനെ നോക്കാം? ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എ എന്ന് പറയുന്നത് ഇവിടെ എ ആണ് കാണേണ്ടതെങ്കിൽ ചെയ്യേണ്ടത് B × C ആയിരിക്കും. ബി ആണ് കാണേണ്ടത് A × C ആയിരിക്കും. സി ആണ് കാണേണ്ടതെങ്കിൽ A × B ആയിരിക്കും. അതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. A = B × C, B = A × C, C = A × D. അപ്പോൾ നമ്മളത് ഇത് ചെയ്യുമ്പോൾ എന്താണ്? B × C എത്രയാണ്? B × C എന്ന് പറയുന്നത് എത്രയാണ്? 6×4 = 24.
അതുപോലെ തന്നെ എ ഇൻറ്റു സി എത്രയാണ്? 3 ഇൻറ്റു 6 6 3 18. സി കാണുമ്പോൾ എന്താണ്? എ ഇൻറ്റു ബി 4 ഇൻറ്റു 3 എത്രയാണ്? 12. അപ്പോൾ അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ എല്ലാത്തിനെയും. അങ്ങനെയാണ് 4:3:2 എന്ന് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 200 രൂപയിൽ 30% എയ്ക്കും ബാക്കിയുള്ളത് 3:4 എന്ന അനുപാതത്തിൽ ബിക്കും സിക്കും കൊടുത്താൽ സിക്ക് കിട്ടുന്നത് എത്ര? അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ 200ൻ്റെ 30% എത്രയാണ്? 200ൻ്റെ 30% കാണാൻ 200 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 200നെ 30 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ആൻസർ 60 എന്ന് പറയും. അപ്പം ബാക്കി എത്ര പൈസ ഉണ്ടാവും? 200 മൈനസ് 60, അതായത് 140 രൂപ ഉണ്ടാവും. അത് 3:4 എന്ന അനുപാതത്തിൽ ബിക്കും സിക്കും കൊടുക്കണം. 140ൻ്റെ 3:4 എന്ന് പറയുന്നത് 3 സിക്ക് കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 4% ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 4 3 7 എത്രയാണ്? 7 4 ഭാഗമാണ് സിക്ക് കിട്ടുന്നത്. അപ്പോൾ 140ൻ്റെ ഇൻറ്റു 4 ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ 80 എന്ന് പറയുന്നത് 80 എന്ന് കിട്ടും. അതായത് സിക്ക് കിട്ടുന്നത് 80 രൂപയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബാഗിൽ 1 രൂപയുടെയും 50 പൈസയുടെയും 25 പൈസയുടെയും നാണയങ്ങളുണ്ട്. അത് 5:7:9 എന്ന അംശബന്ധത്തിലും ആകെ തുക 430 ആയാൽ ബാഗിൽ 25 പൈസയുടെ എത്ര നാണയങ്ങൾ ഉണ്ടായിരിക്കും? അപ്പം നമ്മൾ എങ്ങനെയാണ് ആൻസറിലോട്ട് പോവാം? നമുക്ക് ആകെയുള്ള നാണയങ്ങൾ നോക്കാം. 1 രൂപ, 50 പൈസ, 25 പൈസ. അത് ഏത് അനുപാതത്തിലാണ്? 5:7:9 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. നാണയങ്ങളുടെ മൂല്യം 5 ഇൻറ്റു 1 രൂപയുടെ നാണയം ആയതുകൊണ്ട് 5 ഇൻറ്റു 1 പ്ലസ് 7 ഇൻറ്റു 50 പൈസ പ്ലസ് 9 ഇൻറ്റു 25 പൈസ. പൈസയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1 രൂപ എന്ന് പറയുമ്പോൾ 5 രൂപ, 7 ഇൻറ്റു 50 പൈസ എന്ന് പറയുമ്പോൾ 3.5 രൂപ പ്ലസ് 9 ഇൻറ്റു 25 പൈസ എന്ന് പറയുന്നത് 2.25 രൂപ. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10.75 കിട്ടും. ഈ 10.75 രൂപയിൽ 25 പൈസ നാണയത്തിൻ്റെ എണ്ണം 9 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 5:7:9 എന്നാണല്ലോ. 9 ആയതിനാൽ 430 രൂപയിലെ 25 പൈസ നാണയങ്ങൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 430 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 10.75, അതായത് 360 എണ്ണം. എത്ര നാണയങ്ങൾ ഉണ്ടായിരിക്കും? 360 ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുക, സിലബസ് അനുസരിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഓൾ.